അപ്പോൾ ഗായ്സ് ഇന്ന് വന്നിട്ടൊരു അൺബോക്സിംഗ് ആണ്. 3 ഐറ്റംസ് ഇട്ട് ഇതിൻ്റെ ഉള്ളിൽ 2 തോന്നും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ നോക്കാം. കുഞ്ഞാറ്റയ്ക്ക് എന്താണ് പറയാനുള്ളത്? കുഞ്ഞാറ്റ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തോട്ടെ. ഇത് ഓപ്പൺ ബോക്സ് ഡെലിവറി ഇരുന്ന അതിനോടെ കയറിക്കണേ. എന്തായാലും ഇത് നോക്കാം. അപ്പോൾ ഇതാണ് സംഭവം. ഇതാ ഒരു മൈക്ക്, പിന്നെ ഒരു ട്രൈപോഡ്. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം ആദ്യം തന്നെ. ഗായ്സ് ഞാൻ കത്രിക എടുക്കാൻ പോയപ്പോൾ കുഞ്ഞാറ്റ അവിടെ കയറി അലമ്പാക്കിയാൽ ഞാൻ കീടി അവിടെ കയറി. ഇത് റിട്ടേൺ ആയിട്ട് അയക്കണമെങ്കിൽ ബോക്സൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുഞ്ഞാനെ പറഞ്ഞിട്ടൊരു വായിലടച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വീഡിയോ എടുത്തത് തുറക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇല്ലെങ്കിൽ വീഡിയോ എടുത്തുന്നുള്ള തെളിവുണ്ടല്ലോ. അങ്ങനെയൊക്കെ സീനുണ്ട് ഫ്ലിപ്കാർട്ടിലും എല്ലായിടത്തും അങ്ങനത്തെ സീനൊക്കെ ഉണ്ട്. അതിനോട്ട് തന്നെ ഇങ്ങനെ ഉണ്ട് തുറക്കുമ്പോൾ ആർക്കും പിന്നെ ഒരു സംശയമില്ലല്ലോ. അപ്പോൾ ഗൈസ് ഇതാണ് മൈക്കിൻ്റെ ക്വാളിറ്റി എന്ന് പറയാൻ എന്ത് ക്വാളിറ്റി. പിന്നെ 150 രൂപയ്ക്ക് ഇതിന് നല്ല മൈക്ക് അവിടെ നിന്നിട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും കുത്തി നോക്കട്ടെ, ഇത് സംസാരിച്ച് നോക്കട്ടെ. മൈക്ക് മാത്രമേ ഇപ്പോൾ അൺബോക്സ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതും കൂടി അൺബോക്സ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇത് അൺബോക്സ് ചെയ്യുക. ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ടെന്നാലും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇതൊന്ന് വർത്തമാനം പറഞ്ഞു നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാൻ മൈക്കിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ക്ലാരിറ്റി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെയൊക്കെ കുളത്തിട്ടിരിക്കുകയാണ്, കാണാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കാണുന്നു. ഹലോ ഗായ്സ്, ഹലോ. നല്ല ക്ലിയർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന വോയിസ്. 160 രൂപയ്ക്ക് വർത്തായ സാധനമാണെന്ന് തോന്നുന്നത്. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത് ഓപ്പൺ ആക്കാം, നോക്കാം. അപ്പോൾ ഗൈസ് അടുത്തത് ഓപ്പൺ ആക്കുകയാണ്. ഞാൻ അപ്പം മൈക്കൊക്കെ വയറിൽ വാങ്ങിയെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മൈക്കിലാണ് ഇപ്പോൾ വർത്താനം പറഞ്ഞത്. മൈക്ക് വയറിൽ വാങ്ങിയെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയർലെസ് കണക്ട് ചെയ്തിട്ട് അതൊക്കെ എന്തൊക്കെയോ പരിപാടി ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ. അതൊക്കെ ഭയങ്കര ചടപ്പ് പരിപാടിയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും മൈക്ക് തന്നെ നല്ലതെന്ന് തോന്നുന്നത്. എന്തായാലും ഇനി നമുക്ക് ഇതാ ഓപ്പൺ ആക്കി വയ്ക്കുക. എന്തായാലും നോക്കാം. മാങ്ങ ഇത് നിൽക്കണ്ടേ? ക്യാമറ തന്നെ വാങ്ങി എന്ത് ക്യാമറ പോകണ്ടേ? അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അത്യാവശ്യം നല്ല ക്യാമറേൻ്റെ സ്റ്റാൻഡിനെ വാങ്ങി. കാരണം അത്യാവശ്യം വില ഉണ്ട്. കഴിഞ്ഞതിൻ്റെ എത്ര 200 അറ്റുള്ളിരുന്ന് ഒരു കൊല്ലം മുന്നേ വാങ്ങിയ അത് ഒരു കൊല്ലം കിട്ടി. അപ്പോൾ ഇതൊരു 2 കൊല്ലമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ എന്തൊരു പാടേ. അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്. ഫോൺ പിടിക്കുന്ന സാധനം. വേറെ സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ. അതാ ഇവിടെ ഉണ്ട്. തെറ്റല്ലെങ്കിൽ പിന്നെ ആകെ കളിക്കും. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടെന്ന് നിൽക്കാറില്ല. എന്തായാലും ഞാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. 2000 years later. അപ്പോൾ ഗൈസ് അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളിവിടെ ഫിറ്റാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും കേട്ടിട്ടുണ്ടെന്ന കാര്യമില്ല, പൊട്ടി വീഴൊന്നല്ല. ഒത്തിരി നേരം പരിശ്രമിച്ചു. ഏകദേശം ഒരു 15-20 മിനിറ്റോളം. അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു. നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഇത് വാങ്ങാനുള്ള ഒന്നാമത്തെ റീസൺ. കാരണം ഞാൻ സ്റ്റൂളും കൊണ്ട് നടക്കില്ല. അപ്പം എൻ്റെ സ്റ്റൂളും കൊണ്ട് നടക്കലാണ്. മറ്റേ ചെറുതായുണ്ട്. എന്നാലും മറ്റേ ഒരു കൊല്ലം കിട്ടി നമുക്ക്. എന്തായാലും അതിനോണ്ടൊക്കെ ഫുള്ള് സീനാണ്. ഇനിയിപ്പോൾ അടുത്ത നമുക്ക് അൺബോക്സ് ചെയ്യാം. അതങ്ങനെ അൺബോക്സ് ചെയ്യാൻ പറയാനൊന്നുമില്ല. അതെന്നാ പിടിച്ചടി. ഇതാ ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. ഇത് എനിക്കല്ല, അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയിരുന്നു. ബോൾട്ടിൻ്റെ ആണ്. ബോൾട്ടിൻ്റെ ഏകദേശം ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. 800 900 എത്രയുണ്ട് എനിക്ക് ഓർമ്മയില്ല. ഇതിന് മറ്റേനൊക്കെ വില കുറവാണ്. ഇതിനൊക്കെ 300 400 അടുത്തുള്ളൂ. മൈക്കിനാണെങ്കിൽ 160 അടുത്ത് അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ഫുള്ള് ലോ അങ്ങനെയൊക്കെ ഓർഡർ ചെയ്യുള്ളൂ മച്ചാണ്. ഇതാ ഇതിങ്ങനെ തുറക്കണ നല്ല രസമാട്ടോ, വൈബാണ്. എനിക്ക് പിന്നെ ഞാൻ എന്താ അങ്ങനത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലുണ്ടല്ലോ മറ്റേത്, ഇതാണ് എനിക്ക് ചെവിയിലും കൊള്ളുള്ളൂ. എനിക്ക് ഇങ്ങനത്തെ ഹെഡ്സെറ്റ് ഇതെന്താണ് അത് ഫോക്കസ് ആവത്ത് പന്ന ഫോണ്. എനിക്കാണ് ഇങ്ങനത്തെ ഹെഡ്സെറ്റ് ചെവി കൊള്ളൂല. അതാണ് എനിക്ക് ഭയങ്കര ഡേഞ്ചർ. ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ റിട്ടേൺ അയക്കണം. ഞാൻ ഫുൾ ഇതിൽ ഓപ്പൺ ആക്കിയത്. നാളെ അങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടിരുന്നു ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ ഇതിൽ. പറയുകയാണെങ്കിൽ എന്താണെന്ന് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്തോ ഒരു ഡെലിവറി വന്നിട്ട് അത് റിട്ടേൺ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഓപ്പൺ ബോക്സിൽ ഓപ്പണായിട്ട് വീഡിയോ എടുത്തുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ എൻ്റെ ഫുള്ള് ഞാൻ ഓപ്പണായിട്ട് തന്നെ വീഡിയോ എടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ.
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ചെറിയൊരു അൺബോക്സിൻ്റെ വീഡിയോ ആയിരുന്നു. ഈ മൈക്ക് എന്ന് പറഞ്ഞ് ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് ഒരുമാതിരി ഉണ്ട് കേട്ടോ. ക്ലിപ്പ് ചെയ്യണ ഭയങ്കര ചെറുപ്പാന്ന് തോന്നുന്നു. കൈ പിടിച്ച് വർത്താനം പറയുന്നത് നല്ലത്. വയറും അത്യാവശ്യം നിങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു അൺബോക്സിൻ്റെ വീഡിയോ ആണ്. സംഭവത്തിൻ്റെ വലുപ്പം നോക്കിയാണ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല വലുപ്പം, കുഞ്ഞു വലുപ്പം നീട്ടാൻ കഴിയും കേട്ടോ. ഞാൻ അത്ര വലുതാക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് കുഴപ്പമില്ലാതെ ഇനി ഇതൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കണം. എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യാം. റൂട്ട് 1K ആണ് സെക്കൻഡ് ചാനൽ. നമ്മളെ ഈ ചാനൽ മെയിൻ ചാനൽ 50K ഒക്കെ അടിച്ചാൽ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. മൈക്ക് പിടിച്ച് വർത്താനം പറയാൻ തന്നെ എന്തൊരു ഫീലാന്ന് പറയുന്നത്. 160 രൂപേൻ്റെ പറഞ്ഞില്ല, നല്ല ഫീലുണ്ട് ഉള്ളത് പറയാലോ. ഇപ്പോൾ നിങ്ങളൊക്കെ യൂട്യൂബ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ മൈക്കൊക്കെ വാങ്ങാം. മൈക്കിലേറ്റേക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. കാരണം നായ കുറയ്ക്കണമൊക്കെ നല്ല രീതി കേൾക്കും. ഇനിയും കേൾക്കാറില്ല. ഇത് മൈക്കായാലും കേൾക്കാനൊക്കെ കേൾക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇനി മൈക്കിൽ അതിലൊക്കെ വീഡിയോ എടുക്കണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് വേണം. അത്ര തന്നെ. എന്താ മനസ്സിലായി, നമ്മളെ കൊണ്ട് ഏതൊന്നുമില്ല. ആകാശം തുടങ്ങിയില്ല, മേഘതമ കയറിയിരിക്കില്ല. എന്നാലും നമ്മളെ കൊണ്ട് പറ്റണ പലതും ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കാം. എന്താ ഫീല്, മൈക്ക് ഇട്ടിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ തന്നെ തോന്നുന്നുണ്ട്. നല്ല വൈബ്. കിസ് കുളിക്കുണ്ടാവണം മൈക്ക്. പിന്നെ ഗൈസ് ഇതാ നമ്മളെ ഇതിൻ്റെ കൂടെ ഒരു ചാർജറും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ബോട്ടിൻ്റെ ഹെഡ്സെറ്റിൻ്റെ കൂടെ ഇതാ അതേ ഇതിൽ കൊടുത്തിട്ട് അത് കാണിക്കാൻ മറന്നു പോയിരുന്നു. അപ്പോൾ അത്ര തന്നെ.